നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില കുടിപ്പക കണ്ട് നമ്മൾ അന്തം വിടാറുണ്ട്. അതിലൊരു കുടിപ്പകയാണ് VM സുധീരനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ളത്. രണ്ടുപേരും ഇപ്പോൾ വാർദ്ധക്യത്തിൽ. ഒരാൾ മറ്റേയാൾ തീർക്കുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. പണ്ട് ആലപ്പുഴയിൽ മത്സരിച്ച സുധീരന് വെള്ളാപ്പള്ളി പണി കൊടുത്തിരുന്നു. അന്ന് സുധീരൻ മനസ്സിൽ കുറിച്ചു, എന്നെങ്കിലും വെള്ളാപ്പള്ളിയെ താനിങ്ങെടുക്കും. മറുവശത്ത് ചിലരെ നിഗ്രഹിക്കാൻ ചില അവതാരങ്ങൾ പിറവിയെടുക്കാറുണ്ട്. അതുപോലായി ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലെത്തിയ സംഭവം. വെള്ളാപ്പള്ളി സ്വപ്നേബി നിരൂപിച്ചില്ല VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന്. വെള്ളാപ്പള്ളിയുടെ പഴയ കൂട്ടുകാരൻ പിണറായി തന്നെ മൂന്നാം വട്ടവും മുഖ്യമന്ത്രിയാകുമെന്നും ഇവിടെയൊക്കെ ഒന്ന് വിലസാമെന്നും വെള്ളാപ്പള്ളി സ്വപ്നം കണ്ട് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങളിലൊക്കെ VD സതീശനെ ചീത്ത പറയുകയും ചെയ്തിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. തികഞ്ഞ അഹങ്കാരി എന്നാണ് VD സതീശനെ വെള്ളാപ്പള്ളി വിശേഷിപ്പിച്ചത്. ലീഗുമായി സതീശൻ പുലർത്തിയിരുന്ന ചങ്ങാത്തമൊക്കെ വെള്ളാപ്പള്ളിക്ക് കലിയായി. പഴയ വെള്ളാപ്പള്ളിയല്ല ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി. സമുദായാംഗങ്ങൾ വരെ വെള്ളാപ്പള്ളിക്കെതിരാണ്. വെള്ളാപ്പള്ളി നടത്തിയ കൊടുംകൊള്ളയെക്കുറിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കേരളത്തിലറിയാം. SNDP എന്നൊരു സംവിധാനം എത്രമാത്രം കൊള്ളയടിച്ചു ഈ വെള്ളാപ്പള്ളി എന്ന്. എന്നാൽ വെള്ളാപ്പള്ളിക്ക് നേരെ ഒന്ന് കൈചൂടാനോ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യാനോ കേരളത്തിൽ ഭരണവർഗത്തിലിരുന്നവർ പോലും ഭയപ്പെട്ടു. പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ഒക്കത്തിരുത്തിയതോടെയാണ് പോലീസും മറ്റ് സംവിധാനങ്ങളുമൊക്കെ വെള്ളാപ്പള്ളിയുടെ കാൽക്കീഴിൽ ചെന്നുപെട്ടത്. ഇതിനിടയിൽ മകൻ തുഷാറിനെ BJP ക്യാമ്പിലയച്ച് അങ്ങ് കേന്ദ്രത്തിലും ഒരു പിടിമുറുക്കി വെള്ളാപ്പള്ളി. നിസ്സാരക്കാരനല്ല വെള്ളാപ്പള്ളി. പത്മ അവാർഡ് വരെ അടിച്ചെടുക്കാൻ കെൽപ്പുള്ളവൻ. ആ വെള്ളാപ്പള്ളിയെ തോണ്ടാൻ ഇപ്പോഴത്തെ ഭരണത്തിനൊന്നും കഴിയില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു വെള്ളാപ്പള്ളിക്ക്. എന്നാൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിഞ്ഞുകുത്തുന്നു. മൈക്രോ ഫിനാൻസ് കേസിൽ വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നു. മറുവശത്തിത കൊലപാതക കേസിൽ പ്രതിയാകുന്നു വെള്ളാപ്പള്ളി എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. സതീശൻ അത്ര എളുപ്പം വെള്ളാപ്പള്ളി തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ മറക്കില്ല. മറുവശത്ത് വെള്ളാപ്പള്ളിയുടെ നിത്യശത്രു സുധീരൻ കളത്തിലിറങ്ങി. VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു പിന്നിൽ VM സുധീരൻ്റെ കട്ട പിന്തുണയുണ്ട് എന്നത് കേരളം മറക്കില്ല. പ്രത്യേകിച്ച് ഹൈക്കമാൻഡും ഗാന്ധി കുടുംബവുമൊക്കെ VM സുധീരനെ വിളിപ്പിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ അന്ന് സുധീരൻ കട്ടയ്ക്ക് പറഞ്ഞു, കേരളം ഭരിക്കാൻ സർവ്വതാ യോഗ്യൻ VD സതീശനാണ്. സതീശനെ മാത്രമേ ആക്കാവൂ, അല്ല ജനം എതിരാകും. VM സുധീരൻ സതീശനെ പിന്തുണച്ചു. തിരികെ ഇപ്പോൾ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായി VM സുധീരൻ ചമയുകയാണ് എന്ന് കോൺഗ്രസിലെ ചിലർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. സതീശനോട് പല കാര്യങ്ങളും VM സുധീരൻ പറഞ്ഞു കഴിഞ്ഞു. തൻ്റെ വരവിട്ട് സതീശൻ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപക്ഷെ സുധീരനങ്ങ് തള്ളിപ്പറയും. അത്തരമൊരു അവസ്ഥാവിശേഷം VD സതീശന് ഭയക്കുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകി. PS അച്യുതാനന്ദൻ 2016 നൽകിയ ഒരു പരാതി. അതിൽ 124 ഇടപാടുകളിലാണ് അന്വേഷണം. 10 വർഷം പിണറായി സഹായിച്ചു വെള്ളാപ്പള്ളിയെ. 10 വർഷം പൂഴ്ത്തിവെച്ച പരാതിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൊടിയിടയ്ക്കുള്ളിൽ മിന്നൽ വേഗത്തിലാക്കിയത്. എന്നാൽ വെള്ളാപ്പള്ളിയെ കുരുക്കുന്നത് മറ്റൊരു കേസാണ്. മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്റർ KK മഹേശൻ ആത്മഹത്യ ചെയ്ത സംഭവം. ഇതൊരു കൊലപാതകമാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. KK മഹേശൻ ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് VM സുധീരൻ ഇപ്പോൾ സർക്കാരിന് കത്ത് നൽകി. അനൌദ്യോഗികമായി VD സതീശനോട് VM സുധീരൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വെള്ളാപ്പള്ളി ഇക്കുറി പൂട്ടിയില്ല എങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകും. സതീശൻ VM സുധീരന് ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് അണിയറ സംസാരം. സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങാൻ 3% പലിശയ്ക്ക് പിന്നാക്ക വികസന കോർപ്പറേഷൻ നൽകിയ പണം 12% പലിശ ഈടാക്കി മറ്റാവശ്യങ്ങൾക്ക് മറിച്ചു കൊടുക്കുകയായിരുന്നു മൈക്രോ ഫിനാൻസ് ഇടപാടിലൂടെ വെള്ളാപ്പള്ളി നടത്തിയത്. അന്വേഷണം പിണറായി സർക്കാർ അട്ടിമറിച്ചു. എന്നാൽ കാര്യങ്ങൾ അടപടലം തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ. BJP സർക്കാരോ മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയോ ശ്രമിച്ചാൽ പോലും വെള്ളാപ്പള്ളിയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ. ഈ വയസ്സാം കാലത്ത് ഇനി ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്ന ഭയപ്പാടിലാണ് വെള്ളാപ്പള്ളി. തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞു, സതീശനെ എങ്ങനെ പൂട്ടണം. 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിയതിന് ശേഷമാണ് മഹേശൻ ആത്മഹത്യ ചെയ്തത്. മരണത്തിൽ മഹേശൻ്റെ ഭാര്യ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സുധീരൻ മുഖ്യമന്ത്രി VD സതീശന് ഒരു പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതിയുടെ പകർപ്പ് കൈമാറി. ഇതിനിടയിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. രമേശ് ചെന്നിത്തലയെ സ്വാധീനിച്ച് അന്വേഷണം ഒഴിവാക്കാൻ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ല. വെള്ളാപ്പള്ളിയിൽ നിന്ന് താൻ അനുഭവിച്ച മാനസിക പീഡനങ്ങൾ അക്കമിട്ട് നിരത്തിയിരുന്നു മഹേശൻ തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ.
മൈക്രോ ഫിനാൻസ് ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം മുഴുവൻ തൻ്റെ തലയിൽ വെച്ചു എന്നാണ് മഹേശൻ പറഞ്ഞത്. SNDP യോഗത്തിലും ട്രസ്റ്റിലുമൊക്കെ നടന്നുവരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ഒന്നൊന്നായി ആ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചുരുക്കത്തിൽ മൈക്രോ ഫിനാൻസ് കേസിൽ മാത്രമായിരിക്കില്ല വെള്ളാപ്പള്ളി ഇനി ജയിലിൽ കിടക്കുന്നത്. മഹേശൻ മരിച്ച കേസിലും വെള്ളാപ്പള്ളി ആട്ടപടലം പെടും. VM സുധീരൻ കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. താൻ ഇതുവരെ പോരാടിയതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതുമൊക്കെ നീതിക്ക് വേണ്ടിയാണ്. വെള്ളാപ്പള്ളി ജയിലിലടച്ച് താൻ വിശ്രമിക്കൂ എന്ന് സുധീരൻ ശപഥം ചെയ്ത് പോരാട്ടത്തിനിറങ്ങി. വെള്ളാപ്പള്ളിക്കെതിരെ തന്റെ കയ്യിൽ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ VD സതീശൻ കട്ടയ്ക്ക് നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടെ ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയ പരാതി നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മൈക്രോ ഫിനാൻസ് കേസ് തുടങ്ങിയിട്ട് കുറെ കാലമായി. അവരൊക്കെ അങ്ങ് അന്വേഷിക്കട്ടെ. താൻ നിഷ്കളങ്കനാണ്. ഒരുപക്ഷെ പിണറായി വിജയനെ നേരിൽ കണ്ട് ഇതൊന്ന് വേഗം തീർത്തുവിടണമേ എന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം കേട്ടേനെ. ഞാൻ പോയിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ പിന്തുണച്ചത് ഈ കേസ് ഭയന്നിട്ടാണല്ലോ എന്ന് ചോദിക്കുന്നവരോടും വെള്ളാപ്പള്ളിക്ക് മറുപടി. എന്നിട്ട് കേസിൽ നിന്നും അദ്ദേഹം എന്നെ ഊരി തന്നില്ലല്ലോ. അതേ, പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ അങ്ങ് ഊരി കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. പിണറായി വിജയനും ഇത്തിരി ബുദ്ധിയൊക്കെ ബാക്കിയുണ്ടല്ലോ. 3ാം വട്ടവും അധികാരത്തിലെത്തിയാൽ ഈ വെള്ളാപ്പള്ളിയെ കുരുക്കിട്ട് നിർത്തണമെങ്കിൽ ഇത്തരമൊരു കേസ് തൻ്റെ കയ്യിൽ നിൽക്കണമെന്ന് വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങ് തീർക്കാതെ ഇങ്ങനെ കുരുക്കിട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നത്. കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളാപ്പള്ളി നടേശൻ അന്നത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെയും BJPയെയും ഒരേപോലെ സ്വാധീനിച്ചു എന്ന് VM സുധീരൻ പറയുന്നു. മൈക്രോ ഫിനാൻസ് കേസിന് പിന്നിൽ സുധീരനാണെന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണം സുധീരൻ തള്ളിക്കളഞ്ഞു. VS അച്യുതാനന്ദൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തൻ്റെ പേരിൽ വരുന്ന കേസുകളും നിയമ നടപടികളും ശിക്ഷകളുമൊക്കെ ഭയന്ന് വെള്ളാപ്പള്ളി ചില തന്ത്രങ്ങൾ മെനയുന്നു. ഇതിനുവേണ്ടി ഒരു വശത്ത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിനെ തനിക്കൊപ്പം നിർത്തി, മറുവശത്ത് BJPയെ അദ്ദേഹം മനോഹരമായി കൈകാര്യം ചെയ്തു. ഇനി ഇത് നടക്കില്ല. കേസുകളിൽ താൻ ആട്ടപടലം വീഴുന്നു എന്ന് മനസ്സിലാക്കിയ വെള്ളാപ്പള്ളി ആകെ നിലവിട്ട നിലയിലാണ്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ യാതൊരു ബോധവുമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. മൈക്രോ ഫിനാൻസ് കേസിലും SNDP യൂണിയൻ നേതാവ് KK മഹേശന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും തനിക്കെതിരെ നീക്കങ്ങൾ നടത്തുന്ന മുൻ KPCC അധ്യക്ഷൻ VM സുധീരനാണ്. സുധീരൻ കഴിഞ്ഞ 30 വർഷമായി തന്നെ വേട്ടയാടുകയാണ്. പണ്ട് ആലപ്പുഴയിൽ നിന്ന് സുധീരനെ രാഷ്ട്രീയമായി കെട്ടുകെട്ടിച്ചതിലുള്ള വിരോധം. സുധീരൻ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയാണ്. രാഷ്ട്രീയത്തിൽ എങ്ങുമെത്താതെ വീലെല്ലാം പഞ്ചറായി ഓടാനും ഓടിക്കാനും കഴിയാതെ തുരുമ്പ് പിടിച്ചു കിടക്കുന്ന വണ്ടി. സുധീരൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് താൻ വർഗീയ പ്രസംഗം നടത്തി എന്നെഴുതി കൊടുത്തതിനാലാണ് തനിക്കെതിരെ കേസെടുത്തത്. അതുകൊണ്ടാണ് കോൺഗ്രസിന് 10 കൊല്ലം ഭരണത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നത്. ഇനിയും തനിക്കെതിരെ കളിച്ചാൽ കോൺഗ്രസിന് ഭരണം കൂടി നഷ്ടപ്പെടുമെന്ന് വെള്ളാപ്പള്ളി. ഇപ്പോൾ കോൺഗ്രസിനെ ജയിപ്പിച്ചത് താനാണ് എന്ന ഭാവത്തിൽ VM സുധീരൻ സതീശന് പിന്നാലെ ഇങ്ങനെ നടക്കുന്നു. മഹേശന്റെ മരണവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായ മഹേശന്റെ അനന്തരവനെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയത് സുധീരന്റെ പണിയാണ്. ചുണയുണ്ടെങ്കിൽ കുറ്റം തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഒരു വശത്ത് വെള്ളാപ്പള്ളി വെല്ലുവിളിക്കും, മറുവശത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കാലിൽ വീഴും. VD സതീശൻ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തതിന് തൊട്ടുപിന്നാലെ തുഷാർ വെള്ളാപ്പള്ളിയെ VDയുടെ അടുക്കലേക്ക് അയച്ചു. സാക്ഷാൽ അച്ഛൻ വെള്ളാപ്പള്ളി VD സതീശനെ നേരിൽ കാണാൻ എത്തും എന്നൊക്കെ തുഷാർ എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് പല അപ്പോയിൻമെൻറ്റുകളും ചോദിച്ചെങ്കിലും സതീശൻ മുങ്ങിക്കളഞ്ഞു. സതീശൻ അതിൻ്റെ കെണി അറിയാം. VM സുധീരൻ പിടിച്ചതാണ്, അറ്റം കണ്ടേ മടങ്ങൂ. അതാണ് സുധീരൻ്റെ ഒരു ശൈലി. ഇക്കുറി വെള്ളാപ്പള്ളിയെയും കൊണ്ടേ താൻ മടങ്ങൂ എന്ന് ശപഥം ചെയ്തിരിക്കുന്നു. മറുവശത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനും ധാതുമണൽ മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുമുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ അടിയന്തരമായി പിൻവലിക്കണമെന്ന് VD സതീശനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി VM സുധീരൻ വിശദമായ ഒരു കത്താണ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, വെള്ളാപ്പള്ളിയെ തീർക്കുന്ന കാര്യത്തിൽ സുധീരനും VD സതീശനും ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെ നിൽക്കും. ഇനി വെള്ളാപ്പള്ളിയുടെ പതനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.